അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഇപ്പോൾ നമുക്ക് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ ആഗ്രഹം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇന്ത്യൻ ഗവൺമെൻറ് 2019 പുതിയൊരു റൂൾസ് കൊണ്ടുവന്ന NMC എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കൺട്രികളിൽ മാത്രമാണ് അവർ NMC നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് NMC റൂൾസ് പ്രകാരം കോഴ്സ് നടത്തുന്ന രാജ്യങ്ങൾ മാത്രമേ ഇവിടെ അംഗീകരിച്ചിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് NMC റൂൾസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 54 മാസം കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെയാണോ ഏത് രാജ്യത്താണോ അവർ MBBS പഠിക്കുന്നത് അവിടുത്തെ 1 ഇയർ ഇന്റേൺഷിപ്പും ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ബേസിക് ആയിട്ട് 5 കാര്യങ്ങളാണ് NMC റൂൾസിൽ പറയുന്നത്. അതെ, 5 പ്ലസ് ആ സബ്ജക്ട്സിന്റെ കാര്യങ്ങൾ കൂടി വരുമ്പോൾ 6 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാ ഈ എല്ലാ കുട്ടികളുടെയും ഡൗട്ട് NMC റൂൾസ് എന്താണ്, ഏതൊക്കെ കോളേജാണ്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് കൺട്രിയാണ്, അങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിലെന്ത് സംഭവിച്ചല്ലേ, NMC ആണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നേരിടുന്നത്. അതേ ഈ NMC തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു കോമൺ ആയിട്ട് റൂൾസ് സെറ്റ് ചെയ്തു. അപ്പൊ അതില് ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാല് WHO അക്രഡിറ്റഡ് ആയി. WHO അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അപ്പൊ അതെങ്ങനെ കുട്ടികൾ കണ്ടുപിടിക്കുക? WHO വെബ്സൈറ്റിൽ പോയാൽ കിട്ടും 100%. അതായത് അത് ചെക്ക് ചെയ്യാതെ. രണ്ടാമത് എന്താ വെച്ചാല് 54 മാസത്തിന്റെ ഡ്യൂറേഷൻ ഉണ്ടാകും. 54 മാസത്തിൽ കുറയാൻ പാടില്ല. അഥവാ 4 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. പിന്നെ അതിനുശേഷം 1 ഇയർ ഇന്റേൺഷിപ്പ് വേണം. 1 ഇയർ ഇന്റേൺഷിപ്പ് വേണം. പിന്നെ അഡീഷണൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം നിർബന്ധം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം അവർ പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് WHO വെബ്സൈറ്റിൽ അല്ലെങ്കിൽ WHO വെബ്സൈറ്റിൽ പോയാൽ അറിയാൻ പറ്റും. അതുപോലെ ഇന്ത്യൻ സിലബസ് ഫോളോ ചെയ്യുന്നതായിരിക്കണം. സിലബസ് എന്നല്ല, അത് 19 സബ്ജക്ട്സ് NMC പറയുന്ന 19 സബ്ജക്ട്സ് ഫോളോ ചെയ്യണം. അത് കുട്ടികൾ പഠിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ രാജ്യത്ത് ഏത് രാജ്യത്താണോ പഠിച്ചത് അവിടുത്തെ ലൈസൻസ് എക്സാം നിർബന്ധമാണ്. അത് പുതിയ ഇത് വന്നതാണോ? നേരത്തെ 2021 വന്നതാണ്. അപ്പൊ അവിടുത്തെ ലൈസൻസ്, അതായത് ആ രാജ്യത്ത് പഠിച്ചിട്ട് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രം, അവിടുത്തെ ലൈസൻസ് വെച്ച് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടിക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് തന്നെ അതിന്റെ FMG എക്സാം എഴുതാൻ പറ്റുള്ളൂ. അവിടുത്തെ പാസ്സായാലും നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന നെക്സ്റ്റ് എക്സാം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. അത് വളരെ ടഫാണെന്നുള്ള ഫീലാണ് എല്ലാ കുട്ടികൾക്കും വരുന്നത്. പാസ്സാവുന്ന ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എല്ലാവർക്കും കാണുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ പല കോളേജുകളും പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യക്ക് പുറത്ത് അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെതായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന്. അത് ശരിയാണത് 100%. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മൾ കുറേ കുട്ടികൾ പല രാജ്യങ്ങളിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ FMG എക്സാമിൻ്റെ മോഡൽ എക്സാംസും അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒക്കെ ക്ലാസ്സും കാര്യങ്ങളായി ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു കുഴപ്പമില്ല. അപ്പോൾ അത് അവർ ഫൈനൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് അവർ എക്സാം സുഖമായിട്ട് ചെയ്യാൻ പറ്റും.